പത്തനംതിട്ട കോന്നിയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ആവണിപ്പാറ ആദിവാസി ഗിരിജൻ നഗറിലെ സജിതയാണ് ജീപ്പിൽ പ്രസവിച്ചത്. കോന്നിയിലേക്കുള്ള യാത്രാമധ്യേ വനത്തിൽ വെച്ചാണ് പ്രസവം. ആദിവാസി യുവതിയെയും കുഞ്ഞിനെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, കൃത്യസമയത്ത് എന്തുകൊണ്ട് അവരെ എത്തിക്കാൻ കഴിഞ്ഞില്ല ആശുപത്രിയിൽ? അതായത് സമയമാകുന്നതിന് മുൻപ് തന്നെ പ്രസവവേദന തുടങ്ങുകയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ആദ്യമേ തന്നെ പറയാനുള്ളത് ഈ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് 108 ആംബുലൻസിൽ ഈ അമ്മയെയും കുഞ്ഞിനെയും എത്തിച്ചു. ഇപ്പോൾ അവർ നിരീക്ഷണത്തിലാണ്. ആശുപത്രിക്കകത്തേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ആവണിപ്പാറ ആദിവാസി കോളനിയിലാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത്. 21 വയസ്സാണ് പ്രായം. സജിത എന്നാണ് പേര്. ഇന്ന് രാവിലെ ചികിത്സാർത്ഥം കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവർ വരികയായിരുന്നു. ജീപ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രസവവേദന അനുഭവപ്പെടുകയും പിന്നീട് ഏറെ ദൂരം കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നു. കിലോമീറ്ററുകൾ വനത്തിനകത്തൂടെ ജീപ്പ് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ പ്രസവം നടന്നു. ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ചു. അതിനുശേഷം ഈ കാണുന്ന ആംബുലൻസ് ആ സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ എത്തി. അതിനുശേഷം ഈ അമ്മയെയും കുഞ്ഞിനെയും ഈ 108 ആംബുലൻസിൽ കയറ്റി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഏതായാലും ഈ സജിതയെ സംബന്ധിച്ച് ഒരു അനുകൂല ഘടകം ഉണ്ടായിരുന്നത് ഈ 108 ആംബുലൻസിൽ ഒരു ആരോഗ്യ പ്രവർത്തക ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആശുപത്രിയിൽ ഒരാൾ വീണതാണ്, അപകടം പറ്റിയതാണ്. എന്ത് പറ്റിയതാണെന്ന് ഒന്ന് നോക്കൂ പ്രവീൺ. സുജയ, അതിനുശേഷം ഈ കുഴപ്പമില്ലല്ലോ സുജയ, ഇതിനിടയ്ക്ക് ഇവിടെ നല്ല വെയിലാണ്. ഈ വെയിലത്താണെന്ന് തോന്നുന്നു. ഒരു വയോധികനാണ്. അദ്ദേഹം തല കറങ്ങി താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇവിടെ സെക്യൂരിറ്റിയും ഒപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. തല കറങ്ങി വീണതാണ്. അദ്ദേഹത്തിന് സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. ഏതായാലും അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. പക്ഷേ ആദിവാസി നഗറുകളിൽ കൃത്യമായ സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാത്തതിനെ പറ്റിയൊക്കെയുള്ള പരാതികളൊക്കെ നേരത്തെ ഉയരുന്നതാണ്. ഇപ്പോൾ ഇവരെ എത്തിക്കാനും അങ്ങനെയുള്ള ഒരു പിഴവുണ്ടായിട്ടുണ്ടോ? സുജയ, ഈ ശബരിമല വനമേഖലയിൽ നിരവധി ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ആദിവാസി കുടുംബങ്ങളെ സംബന്ധിച്ച് ഇവർ ചില സമയങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ശബരിമല തീർത്ഥാടന കാലമൊക്കെ തുടങ്ങുന്ന സമയം, ഇവർ റോഡിൻ്റെ അരികിലുള്ള വനമേഖലയിൽ, അതായത് വനത്തിനകത്തൂടെ പാതയുണ്ട്, ആ പാതയുടെ ഓരങ്ങളിലാണ് കുടിൽ കെട്ടി താമസിക്കുന്നത്. പക്ഷേ ഇവർ തീർത്ഥാടന കാലമൊക്കെ ആകുമ്പോൾ ഉൾവനങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഇവർ ആ വീട്ടിൽ നിന്നും താമസം മാറി ഉൾവനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആദിവാസി യുവതി ഗർഭിണിയാവുകയാണെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സയും സമയാസമയങ്ങളിലുള്ള മരുന്നുകൾ ഒപ്പം തന്നെ നിരീക്ഷണമൊക്കെ ആരോഗ്യ പ്രവർത്തകർ നൽകാറുണ്ട്. ഈ യുവതിയെ സംബന്ധിച്ചും സജിതയെ സംബന്ധിച്ചും അത് ആരോഗ്യ പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ യുവതി ഗർഭിണിയാണ് എന്നുള്ളത്, പ്രസവ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതും സ്വാഭാവികമായും ആരോഗ്യ പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ന് രാവിലെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവർ ആദിവാസി ഊരിൽ നിന്നും സജിതയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും ഒരു ജീപ്പിൽ, അവിടെ ദുർഘടമായിട്ടുള്ള പാതയാണ്, സാധാരണ വാഹനങ്ങൾ ആ മേഖലയിലേക്ക് കയറിപ്പോവുക എന്നുള്ളത് ദുഷ്കരമാണ്. അതുകൊണ്ടാണ് മഹീന്ദ്രയുടെ സജിതയും കുഞ്ഞും ഇപ്പോൾ സുഖമായിരിക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് അമ്മയും കുഞ്ഞുമുള്ളത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.